ഡോക്ടർ ഭരത് പ്രസാദ്. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ആണ്. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് രീതി എങ്ങനെയാണ്? ഇപ്പൊ BP ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് മെഡിസിൻ കൊടുക്കാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സ? ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മളൊരു 2 മാസം വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ബോർഡർ ലൈൻ ഹൈ BP ആണ്. ഇപ്പൊ 180, 100, 160, 100 ഒക്കെ ആണെങ്കിൽ 2 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തിനാ? നമ്മൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ. അതായത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അതായത് ഈ ഭക്ഷണത്തിലെ കൊളസ്ട്രോളും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് BP കൂടുമെങ്കിലും എക്സർസൈസ് കഴിഞ്ഞ് നമ്മൾ വന്ന് റിലാക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് BP കുറയുന്നതായിട്ട് കാണാം. ഒറിജിനലി എക്സർസൈസിന് മുമ്പുണ്ടായിരുന്ന പ്രഷറിനെക്കാളും ഒരു 5-10 മില്ലിമീറ്റർ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ റെഗുലർ എക്സർസൈസ് കൊണ്ട് രക്തക്കുഴൽ സങ്കോചിക്കുമെങ്കിലും പിന്നീട് അത് റിലാക്സ് ചെയ്യും. അങ്ങനെ BP റീസെറ്റ് ചെയ്യും, കുറച്ച് 5-10 മില്ലിമീറ്റർ താഴേക്ക് മാറും. പിന്നെ ഈ പറഞ്ഞതുപോലെ മെഡിസിൻ വേണോ വേണ്ടോ എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം ആദ്യമേ തന്നെ. കാരണം വൺസ് ഹൈപ്പർ ടെൻസീവ് നമ്മൾ എന്നേക്കും മരുന്ന് കഴിക്കണം എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അത് വേണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. അത് ഡോക്ടറുടെ ഒരു പ്രൊറഗേറ്റീവ് ആണ്. ഈ പേഷ്യന്റ് ഇത്രയും BP ഉണ്ട്, കുറയുമോ കുറയില്ലയോ നോക്കി 2-3 തവണ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം. ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം. ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കണം, പിന്നെ അതിൽ മാറ്റമില്ല. പലരും ചെയ്യുന്ന എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഹൈ BP ഉണ്ടെന്നൊരു ഡോക്ടർ പറഞ്ഞു, ഫിസിഷ്യൻ ലെവലിലൊരു ഡോക്ടർ പറഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് നിർത്തിക്കളയും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് മരുന്നങ്ങ് നിർത്തിക്കളയും. അപ്പോഴാണ് അപകടം. കാരണം എന്ന് പറഞ്ഞാൽ BP പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്ത് താഴ്ത്തി വെച്ചിരിക്കുന്ന BP പ്രസ് ചെയ്തിരിക്കുന്ന ആ ഒരു സപ്രഷൻ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ BP ഷൂട്ടപ്പ് ഭയങ്കര ഹൈ ആവും, 2-ഓ 3-ഓ ഒക്കെ ആവും. അങ്ങനെ വരുമ്പോഴും അപകടം കൂടുതലാണ്. അതുകൊണ്ട് ഒരു അപേക്ഷയുള്ളതെന്ന് പറഞ്ഞാൽ അപേക്ഷ തന്നെയാണ് ഡോക്ടറുടെ. ഈ BPക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നിലയിലോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടോ പെട്ടെന്ന് മരുന്ന് നിർത്തരുത്. സ്ട്രോക്കിന്റെ സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ പറഞ്ഞ ഒരു പെട്ടെന്ന് ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാൻ പാടില്ല. അഥവാ നമുക്ക് ഡോസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറയ്ക്കാൻ പാടില്ല. വേറൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പലരും BP കുറയ്ക്കാൻ വേണ്ടി 2-ഓ 3-ഓ 4-ഓ മരുന്ന് വരെ കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. കാരണം 1-2 മരുന്ന് കൊണ്ട് കുറയുന്നില്ല. അതുകൊണ്ടാണ് 3-ാമത്തെയും 4-ാമത്തെയും മരുന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പോലും 1-2 മരുന്ന് വിഡ്രോ ചെയ്യാൻ പാടില്ല.